ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദുപ്പട്ട എടുത്തിട്ട് അതൊന്ന് കഫ്താനായിട്ട് സ്റ്റിച്ച് ചെയ്യാം. യൂട്യൂബിൽ ഞാൻ ഇതുപോലൊരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ദുപ്പട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ദുപ്പട്ടയെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ദുപ്പട്ട വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്നായിരുന്നു. അപ്പോൾ ഇതിന് താഴെ ഈ ഒരു ചെറിയ ഡിസൈൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഷോളിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ഡിസൈൻസാണ് വരുന്നത്. അപ്പം ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഡിസൈനേ വരുന്നുള്ളൂ. ഒന്ന് താണ്ടി ഇതുപോലെ ചെറിയ ഡിസൈനാണ്, ചെറിയ വീതിയിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വീതിയിലാണ് ഡിസൈൻ വരുന്നത്. ഇതുപോലെയാണ് ഒരു സൈഡിൽ ഡിസൈൻ വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ദുപ്പട്ട മാത്രമേ ഇതിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ദുപ്പട്ട വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് കരുതി. പിന്നെ ഇതിന് ഓൾ ഓവർ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ദുപ്പട്ട വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. കഫ്താൻ സ്റ്റിച്ചിങ് കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് ഒരുപാടൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ല. ഇതിപ്പോൾ ഒരു ഷോൾ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വീണ്ടും അത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷമാണ് ഇടുന്നത്. കാരണം നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രണ്ട് നെക്ക് വരുന്നത് വി നെക്കും പിന്നെ ബാക്കിൽ സാധാരണ നമ്മൾ റൗണ്ട് നെക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷോൾഡറൊന്നും സ്റ്റിച്ചിങ് വരാത്തതുകൊണ്ട് നമ്മൾ നെക്ക് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ സെയിം കളർ ലൈനിങ് മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ കളറൊന്നും ഞാൻ നോക്കിയില്ല, ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നെക്ക് ഒരുവിധം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്ക് ദേ ഇതുപോലെ വന്നിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സിന് ഈ ഒരു ലെങ്ത്താണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ദുപ്പട്ടയുടെ വീതിക്ക് അനുസരിച്ചാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പം ഈ ഒരു ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണൊരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. താഴെ ആ ഒരു ഡിസൈനും കൂടി ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് ലൈനിങ് മെറ്റീരിയൽ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം ഞാൻ അകത്ത് വേറൊരു ഡ്രസ്സ് കൂടി ഇട്ടിട്ടാണ് ഈ ഒരു കഫ്താൻ ഇട്ടിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നല്ല സീ ത്രൂ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ.